പറഞ്ഞേ ഡിഷ് വാഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞേ. ആദ്യം തന്നെ 6 ലിറ്റർ വെള്ളം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ഈ കല്ലുപ്പ് പോലത്തെ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നന്നായി ഇളക്കണം. അപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് തണുക്കാനായിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഈ കറുത്ത മിശ്രിതം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊരു 10 മിനിറ്റ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ അത് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടും അവരിതിൽ നന്നായിട്ട് ഉണ്ടാക്കുന്ന രീതി എഴുതിയേക്കൊണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വെളുത്ത പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട്. പിന്നീട് ഇവർ ഇതിൻ്റെ കൂടെ തന്നെ സ്മെല്ലിനായിട്ടുള്ള എസൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കളർ വെച്ചിട്ടുണ്ട്, നമ്മുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഒരു ഗ്ലാസ്സിൽ കലക്കിയിട്ട് ചേർത്ത് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ 6 ലിറ്റർ വെള്ളം പ്ലസ് ആ 1 ലിറ്റർ കറുത്ത ലായനി പ്ലസ് 1 ലിറ്റർ വെള്ളത്തിൽ ആ വെളുത്ത പൊടി, അപ്പോൾ എത്രയായി? 8 ലിറ്റർ ആയില്ലേ. പിന്നെ കുറച്ച് കളർ ചേർത്ത ഒരു വെള്ളം കൂടി. അപ്പോൾ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഈ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് ഇതിൽ കൂടെ ഒഴിക്കാനൊക്കെ നോക്കി, പക്ഷേ നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് തന്നെ അതിൽ കൂടെ നടക്കണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചാണ് അത് ഫില്ല് ചെയ്ത് കേട്ടോ അത്രയും. അപ്പോൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ താനിയ കെമിക്കൽസിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തത് ഇത്രയും. അതുപോലെ തന്നെ അവരുടെ ഡിറ്റർജൻറ്റ് ലിക്വിഡിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ പേജിൽ തന്നെ. നല്ല പ്രൊഡക്ട്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ നിന്ന് ഇത്രയും വടിച്ച് കോരി എടുത്തിട്ടും ബക്കറ്റിൽ അത്യാവശ്യം ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന സംഭവം മൊത്തമായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നിട്ട് ബക്കറ്റ് തന്നെ വെച്ചിട്ട് അതിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം തേക്കേൻ്റെ കഴുകി കളയാനായിട്ട് തോന്നുന്നില്ല, പക്ഷേ അത് ഒപ്പുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ പാത്രം നല്ല വൃത്തിക്ക് കഴുകി എടുക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാനിങ്ങനെ കീപ്പ് ചെയ്തേക്കുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ. ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടാണത്. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞോണം, നമ്മുടെ റിലേറ്റീവ്സിനും കൊടുക്കാം, എല്ലാവർക്കും കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റാം.